ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇത്രയും ക്ലാസ്സിൽ ഫിസിക്കൽ ചേഞ്ചസിനെയും കെമിക്കൽ ചേഞ്ചസിനെയും കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ എന്തും ഡിസ്കസ് ചെയ്തു. കെമിക്കൽ ചേഞ്ചസ് നടക്കുന്ന സമയത്ത് അവിടെ എനർജി ചേഞ്ചസ് നടക്കുന്നുണ്ട്. കെമിക്കൽ എനർജി നമ്മൾ പറഞ്ഞു, പൂത്തിരി കത്തുന്ന സമയത്ത് സൗണ്ട് എനർജി, ലൈറ്റ് എനർജി ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എല്ലാ സബ്സ്റ്റൻസിലും കെമിക്കൽ എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാന്റ്സിലുള്ള കെമിക്കൽ എനർജി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഫോട്ടോസിന്തസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴിയാണ് പ്ലാന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദി ഫുഡ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ഇങ്ങനെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് വഴി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിൻ്റെ പേരാണ് എന്ത്? ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിൽ എന്തുണ്ട്? കെമിക്കൽ എനർജി ഉണ്ട്. ഗ്ലൂക്കോസ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്? കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് പറയുന്ന സമയത്ത് കുറേ പേർക്ക് സംശയം വരുന്നൊരു ഭാഗമാണ് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ശ്വാസം അയക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സും ശ്വാസം അയക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സ് സൺലൈറ്റിനെ ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക. ഗ്ലൂക്കോസ്, ഇവിടെ ഉണ്ടാകുന്ന ഫുഡാണ് ഇത് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കളയുന്നുണ്ട്. അതാണ് റെസ്പിറേഷൻ. പ്ലാന്റ്സിലും അത് തന്നെയാണ് റെസ്പിറേഷൻ. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷേ റെസ്പിറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് എന്ത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്? ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഫോട്ടോസിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയും പുറത്തേക്ക് കളയുന്നത് ഓക്സിജനെയാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഫോട്ടോസിന്തസിസ് രാവിലെയും രാത്രിയും നടക്കുമോ എന്നുള്ളത്. ഫോട്ടോസിന്തസിസ് രാവിലെയും നടക്കും, അതുപോലെ തന്നെ രാത്രി നടക്കില്ല. പക്ഷേ റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ രാവിലെയും നടക്കും, അതുപോലെ തന്നെ രാത്രി നടക്കും. റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ രാവിലെയും നടക്കും, രാത്രി നടക്കും. ഫോട്ടോസിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലൈറ്റ് വേണം. അപ്പോൾ അത് രാവിലെ മാത്രം, അതായത് രാവിലെ എന്നല്ല പകൽ സമയത്ത് മാത്രമേ നടക്കുള്ളൂ, രാത്രി സമയത്ത് നടക്കില്ല. ഇനി എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് പറയാം. ആദ്യം ഫോട്ടോസിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് വേണ്ട സാധനമാണ് എന്ത്? സൺലൈറ്റ്. ലൈറ്റ് ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തത്. പക്ഷേ റെസ്പിറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഫോട്ടോസിന്തസിസ് നടക്കാൻ ആദ്യം തന്നെ എന്ത് വേണം? സൺലൈറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് എന്താ നടക്കുന്നത്? ഈ ലീവ്സ്, ഇലകൾ എന്ത് ചെയ്യും? ഈ സൺലൈറ്റിനെ അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെ ലീവ്സിലുള്ള ക്ലോറോഫില്ലാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ അബ്സോർബ് ചെയ്തു. അങ്ങനെ ഈ പ്ലാന്റ്സിൽ ഓൾറെഡി എന്തൊക്കെ ഉണ്ടാവും? വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടാവും. വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിന് മണ്ണിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? വാട്ടർ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ക്ലോറോഫിൽ എന്ത് ചെയ്തു? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തു. അങ്ങനെ ഈ പ്ലാന്റിലുള്ള വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും എവിടെ ഉണ്ട്? പ്ലാന്റിലുണ്ട്. ഈ പ്ലാന്റിലുള്ള വാട്ടർ എന്ത് ചെയ്യും? ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. മനസ്സിലായോ? എന്നിട്ട് ഈ ഹൈഡ്രജൻ എന്ത് വെച്ചിട്ട് കമ്പൈൻ ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആവും. ഹൈഡ്രജന് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും, കൂടിച്ചേരും. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ആ ഗ്ലൂക്കോസാണ് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ഫുഡ് ഐറ്റം. മനസ്സിലായില്ലേ? ഇനി അവിടെ എന്തുകൂടെ ഉണ്ട്? നമ്മൾ പറഞ്ഞു വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ബാക്കിയായിട്ട് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജന് എയറിലേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യും. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസിൽ എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്? എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജി കെമിക്കൽ എനർജി എന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലാന്റ് റെസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എനർജി റിലീസാവും. അങ്ങനെ റിലീസാവുന്ന എനർജിയാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സ് റിപ്പയർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസ്പിറേഷൻ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫോട്ടോസിന്തസിസ് വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റിലുള്ള ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കല്ലേ? നിങ്ങൾ റെസ്പിറേഷൻ നടത്തുമ്പോൾ നിങ്ങൾ എന്താ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ കയറിപ്പോകുന്നു? ഓക്സിജൻ അല്ലേ? അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷനിലും ഓക്സിജൻ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് ആ ഓക്സിജൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും അതുപോലെ തന്നെ എനർജിയും ഫോം ചെയ്യും. ഈ സമയത്താണ് നേരത്തെ ഗ്ലൂക്കോസിൽ ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസിൽ സ്റ്റോർ ചെയ്ത എനർജി ഈ റെസ്പിറേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തിനൊക്കെ യൂസ് ചെയ്യും? ഈ പ്ലാന്റ് ഇതെന്തിനൊക്കെ യൂസ് ചെയ്യും? പ്ലാന്റിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം, ഈ എനർജി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലാന്റിന് ഗ്രോത്ത് വളരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലാന്റിന് ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്ടറും മിനറൽസും ഒക്കെ സോയിലിന് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ
അപ്പോൾ പ്ലാന്റ്സിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സീഡ്സ് വളരണം എന്നുണ്ടെങ്കിലൊക്കെ ഈ എനർജി യൂസ് ചെയ്യാം. മനസ്സിലായോ?